എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ എല്ലാ പേരൻസിനും അറിയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഒരു ഗുണകരമായ ഒരു വീഡിയോ ആണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിച്ചാലും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കഷ്ടിച്ച് ഇന്നത്തെ പേരൻസുള്ള 1-2 കുട്ടികളുണ്ടാവും. അവരെ പഠിപ്പിച്ച് അവരുടെ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെയുള്ള സമയം മാതാപിതാക്കൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോഴത്തേക്കും മാതാപിതാക്കൾ ഏതാണ്ട് ഒരു 60 വയസ്സിനുള്ളിൽ എത്തിപ്പെടും. എന്നാൽ ഇതിൽ പല മാതാപിതാക്കളും സ്വന്തം മക്കൾക്ക് വേണ്ടി അവരുടെ സമയവും ജീവിതവും അധ്വാനവും അവർക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്നു. അവർ സക്സസ് ആകുന്നു. അവസാനം അവർ വിവാഹിതരാകുന്നു. ഇതിൽ കുറച്ചധികം ഭാഗം ആൾക്കാരും ദൂരസ്ഥലങ്ങളിലായിരിക്കാം, ചിലപ്പോൾ ഇന്ത്യയുടെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അറ്റ് ദ എൻഡ് ഈ മാതാപിതാക്കൾ വീടുകളിൽ തനിച്ചാകുന്നു. ഇതിലുമുണ്ട് 2-3 കാറ്റഗറീസ്. ഒന്ന്, നല്ല സമ്പൽ സമൃദ്ധിയുള്ളവർ കാണും. ഒരു മീഡിയം ടൈപ്പ് ആൾക്കാർ കാണും. ശരം നിർധനരും കാണും. എന്നാൽ നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ മീഡിയം ടൈപ്പ് ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്. ഈ മീഡിയം ടൈപ്പ് ഉള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാർക്കും തന്നെ നിങ്ങൾ തീരെഴുതി കൊടുക്കരുത്. എന്ത് തന്നെ ആയിരുന്നാലും അത് നിങ്ങളിൽ തന്നെ, നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ശകലം ക്ഷീണിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എല്ലാ മാസവും നിങ്ങൾക്കുള്ളൊരു ചിലവിനുള്ള തുക നിങ്ങൾക്ക് അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അത് ഒരു ഭാഗം. ഇനി മറ്റൊരു കൂട്ടരുള്ളത്, അവർ പേരൻസിനെ നോക്കില്ല. അവർക്ക് വലിയ താല്പര്യം അതിൽ കാണില്ല. അവർക്ക് ജോലിയായി, സൗകര്യമായി, അവർ കുടുംബമായി അവരെവിടെയെങ്കിലും അങ്ങോട്ട് ജീവിക്കുന്നു. ഇനി മറ്റൊരു കൂട്ടർ മാതാപിതാക്കളെ നോക്കാൻ വയ്യാതെ വന്ന് ഏതെങ്കിലും ഒരു വൃദ്ധമന്ദിരങ്ങളിൽ അവരെ അഡ്മിറ്റ് ചെയ്യിപ്പിക്കും. ഒന്ന് ചിന്തിക്കേണ്ടത്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിള്ളേരെ വളർത്തിയാൽ കുട്ടികളെ വൃദ്ധ മന്ദിരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന കുട്ടികളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു മാതാപിതാക്കളും സന്തോഷിക്കാൻ വകയില്ല, ദുഃഖിക്കത്തേ ഉള്ളൂ. ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവരുടെ ശിഷ്ടകാലം ജീവിക്കും. എന്നാൽ കഷ്ടപ്പെട്ട ആ പറമ്പിലും ആ ഗ്രഹത്തിൽ തന്നെ ഇഷ്ടമുള്ളിടത്തോളം കാലം ജീവിച്ച് അവിടെ തന്നെ മരിക്കണമെന്നാഗ്രഹിക്കുന്ന അനവധി പേരൻസും കാണും. അതവർ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായേക്കാം. അവർക്ക് മക്കളുടെ സഹായം വേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് എന്തെങ്കിലും കാണും. ജനറലി
പല പേരൻസും അവരുടെ സേവിങ്സിനെ കുറിച്ച് അവരാഗ്രഹിക്കാറില്ല. അവരവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലിയും കുറിച്ച് ആയിരിക്കും അവർ ചിന്തിക്കുക, അതിനുവേണ്ടി അവർ ജീവിക്കുന്നു. അങ്ങനെയും കുറച്ച് മാതാപിതാക്കൾ ഈ ലോകത്തുണ്ട്. സോ കുട്ടികൾ നമ്മളെ നോക്കുമോ ഇല്ലയോ എന്നുള്ളത് അതൊരു പ്രത്യേക വിഷയം. പക്ഷെ നാം ചെയ്യേണ്ടത്, നമ്മുടെ സുരക്ഷിതത്വം നാം തന്നെയാണ് നോക്കേണ്ടത്. അത് മറ്റൊരാൾ നോക്കുന്നെങ്കിൽ അതൊരു ബോണസായി കാണുക. അപ്പോൾ ഇതിൽ ചെയ്യാമെന്നുള്ളത് പ്രധാനമായി നിങ്ങളൊരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം, മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്കൊരു പക്ഷേ സേവിങ്സും കാണത്തില്ല, എന്നാൽ നിങ്ങൾക്ക് ജീവിക്കുകയും വേണം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഒത്തിരി മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന മാർഗം, നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, നിങ്ങൾ താമസിക്കുന്ന ആ പറമ്പും ഇതെല്ലാം നിങ്ങളുടെ പേർക്കാണെങ്കിൽ, ഇപ്പോഴത്തൊരു പുതിയ സ്കീമുണ്ട്. ഏതൊരു നാഷണലൈസ്ഡ് ബാങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടാൽ, നിങ്ങളുടെ പ്രോപ്പർട്ടി അവർക്ക് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എത്ര രൂപ വേണമെങ്കിലും, അത് 20,000 30,000 50,000 വാട്ട് എവർ ഇറ്റ് മേ ബി, ആ തുക ബാങ്കുകാർ നിങ്ങൾക്ക് മന്ത്ലി തരും. ബേസ്ഡ് ഓൺ യുവർ പ്രോപ്പർട്ടി, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വർത്ത് അനുസരിച്ച്. ഇനി നിങ്ങൾക്ക് നല്ല എല്ലാ സൗകര്യങ്ങളുള്ള ഫുൾ പ്ലെഡ്ജ്ഡ് വൃദ്ധസദനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യാം, ശിഷ്ടകാലം. ഇതിൽ നിങ്ങൾക്ക് ഇതിന് ചിലവ് വരും. ആ ചിലവുകൾ നിങ്ങൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ, അത് മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ അവർ തയ്യാറാകില്ല. ഒരുപക്ഷെ അവർക്ക് വരുമാനമില്ലായിരിക്കും. ഇനി വരുമാനം ഉണ്ടെങ്കിൽ തന്നെ പേരൻസിന് അത്ര കെയർ ചെയ്യുന്നതുകൊണ്ട് അവർ താല്പര്യം പ്രകടിപ്പിക്കില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു റിവൈസ് ഫൈനാൻസിങ് സിസ്റ്റത്തിൽ കൂടി നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു തുക കിട്ടും. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടി അവസാനം നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്. ചില കുട്ടികൾ അതിനെ ചിന്തിക്കും, അച്ഛനും അമ്മയും അവർ കെയർ ചെയ്യത്തില്ല, ആ പ്രോപ്പർട്ടി അവസാനം ഞങ്ങൾക്ക് വരും. അങ്ങനെ ചിന്തിക്കുന്ന ചില കുട്ടികളും ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട്. പലരും അവരുടെ പേരിൽ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുമുണ്ട്. സോ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലശേഷം ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ പോകണം. പക്ഷേ അതിലൊരു കണ്ടീഷൻ, നിങ്ങളെടുത്ത എല്ലാ തുകയും ഈ കുട്ടികൾ ബാങ്കിൽ തിരിച്ച് അടച്ചിരിക്കണം. ആ തിരിച്ചടച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി അവരുടെ പേർക്ക് ബാങ്കുകാർ മാറ്റിക്കൊടുക്കും. അതിന് നിങ്ങളെന്തെങ്കിലും ഒരു വിൽപ്പത്രം, എന്തെങ്കിലും ഒരു അഡ്വക്കേറ്റിനുണ്ടാക്കി അത് ബാങ്കുകാർ തന്നെ അതിനോട്ട് സഹായങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് സമാധാനമായി നിങ്ങൾക്ക് ജീവിക്കാം. ഇനി നിങ്ങൾക്ക് വൃദ്ധസദനത്തിൽ പോകേണ്ട, നിങ്ങൾക്കൊരു ഹെൽപ്പറെ, ഒരു കെയർ ടേക്കറെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് അവർ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അത് നിങ്ങളുടെ സൗകര്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സൗകര്യം, ഇങ്ങനെയുള്ളൊരു റിവൈസ് ഫൈനാൻസിങ് പ്രോഗ്രാം ഉള്ള കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതെല്ലാം സക്സസ് ആകണമെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേർക്ക് തന്നെ ഉണ്ടായിരിക്കണം. ഇനി പ്രത്യേകിച്ച് ഒന്നുകൂടി പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ 18 വയസ്സായി കഴിഞ്ഞാൽ ഈ കുട്ടികൾ സെൽഫായിട്ട് എന്തെങ്കിലും കുഞ്ഞു വരുമാനം സൃഷ്ടിക്കാനുള്ളൊരു മാർഗനിർദ്ദേശം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒരിക്കലും ചില കുട്ടികൾ അവർക്ക്
ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പാവം പിടിച്ച മാതാപിതാക്കൾ അവരുടെ എക്സ്പെൻസും കഷ്ടപ്പാടും ലോൺ എടുത്തൊക്കെ ഇവരെ പഠിപ്പിച്ച് വലുതാക്കി വിട്ട് കഴിഞ്ഞാൽ അവസാനം ഈ കുട്ടികളിൽ പലരും സ്വന്തം പേരൻസിനെ നോക്കാത്തവരായി മാറുന്നു. അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു നല്ല രീതിയിൽ അവരുടെ പേരൻസിനെ അവർ നോക്കില്ല, അവിടുന്ന് ഒരു ഗുണവും കിട്ടില്ല. അവർക്ക് വേണ്ടിയാണ് ഈ പേരൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോപ്പർട്ടി അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനോട് നിങ്ങളത്ര ഇൻട്രസ്റ്റ് വയ്ക്കരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിതകാലം മൊത്തം ബുദ്ധിമുട്ടി അവസാനം നിങ്ങൾ ഉണ്ടാക്കിയ ആ പ്രോപ്പർട്ടി അവർക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ച് മരണമടയുന്നതിനോട് ഒരു അർത്ഥവുമില്ല. അവർക്ക് അർഹിക്കുന്നത് അവർക്ക് ലഭിക്കട്ടെ. നിങ്ങളെ നോക്കാത്ത ഒരു കുട്ടികൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് റൈറ്റ്സ് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി അവർക്ക് റൈറ്റ്സ് വേണമെങ്കിൽ അവർ ബാങ്കിൽ ബന്ധപ്പെട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് ആ പ്രോപ്പർട്ടി അവർ വീണ്ടെടുക്കട്ടെ. അതായിരിക്കും ഉചിതമായൊരു മാർഗം. എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ മാതാപിതാക്കളും കഴിവതും മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു റിട്ടയർഡ് ലൈഫ് സുഖകരമായി നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഉള്ള ധാരണ ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റും. അപ്പോൾ അത് തെറ്റിയാൽ തന്നെയും നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അന്ന് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഫൈനാൻസിങ് സിസ്റ്റത്തിൽ കൂടി സുഖമായി നമുക്ക് ജീവിക്കാം. മക്കളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും ഇതൊന്ന് ഓർമ്മ വെച്ചാലും ഈ വീഡിയോയിലെ കണ്ടൻസ് നിങ്ങളൊന്ന് ആലോചിക്കുക, അതനുസരിച്ച് ഉള്ള പ്ലാനിങ് ചെയ്യുക. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ.